ഞാനിപ്പോൾ എവിടെ നിൽക്കണേന്ന് അറിയോ? ഞാനിപ്പോൾ ഇൻഫോ പാർക്ക് ഫേസ് 2ൻ്റെ തൊട്ട് ബാക്ക് സൈഡിൽ ഇൻഫോ പാർക്ക് ഫേസ് 2ൻ്റെ തൊട്ടടുത്ത് നമുക്കൊരു വില്ല ആൻഡ് ആൻ അപ്പാർട്ട്മെൻറ്റ് പ്രൊജക്റ്റ്, എ വെരി എന്താ പറയുക, ഒരു നൈസ് കമ്മ്യൂണിറ്റി. യു വിൽ ഹാവ് എ 14 വില്ലാസ്, ഒരു 14 വില്ല, അതും 4 BHK വില്ല. ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് ഞാൻ ആദ്യം പറയാം. 2437 സ്ക്വയർ ഫീറ്റ് ഇൻ 5.5 സെൻറ്റ് ലാൻഡ്, വെരി ക്ലോസ് ടു ഇൻഫോ പാർക്ക് ഫേസ് 2. ഞാൻ വില്ലയുടെ ഉള്ളിലാണ് 4 BHK വില്ല. നിങ്ങളിത് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ റൂഫ് നോക്കുകയാണെങ്കിൽ ഡബിൾ സ്റ്റോറിയിൽ വലിയൊരു റൂഫ് ഇതാണ് വന്നേക്കുന്നത്, സീലിംഗ് ആണ് വന്നേക്കുന്നത്. ഓപ്പൺ കിച്ചൺ ലേഔട്ടാണ്. ഈ ഭാഗത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ലിവിങ് ഏരിയ സെറ്റ് ചെയ്യാം. ദിസ് ഈസ് ഗോയിങ് ടു ബി എ ഡൈനിങ്. നിങ്ങൾ ഡൈനിങ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഇറ്റ്സ് എ സ്പേഷ്യസ് ഡൈനിങ്. നിങ്ങൾക്ക് വലിയൊരു ഡൈനിങ് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ദിസ് ഇസ് എ കിച്ചൺ ഏരിയ. നിങ്ങൾക്ക് വേണമെങ്കിൽ യു ഹാവ് ഓപ്ഷൻസ് ഉണ്ട്. ഇത് ക്ലോസ് കിച്ചൺ ആക്കാം, ഓപ്പൺ കിച്ചൺ ആക്കാം. നല്ല രീതിയിൽ ഇൻറ്റീരിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോയിങ് ടു ബി എ വെരി എന്താ പറയുക, ബ്യൂട്ടിഫുൾ. ഒരു വർക്ക് ഏരിയ സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്പേഷ്യസ് ബെഡ്റൂമാണ്, അറ്റാച്ച്ഡ് ബാത്റൂമാണ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം വരുന്നത് UPVC വിൻഡോസ് ആണ്, വെരി ക്വാളിറ്റി വിൻഡോസ്. വിൻഡോ നീക്കാം. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ്. അവിടെ നിങ്ങൾക്കൊരു സ്പേഷ്യസ് ഒരു ലിവിങ് ഏരിയ ഉണ്ട്, 2 bedrooms. നിങ്ങൾക്ക് സെക്കൻഡ് ലിവിങ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു ഏരിയ ആണ് ഇവിടെ. ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും ഗ്ലാസിൻ്റെ റെയിൽസ് വരും. ഇപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ആണെങ്കിൽ നിങ്ങൾ ഡോർ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾക്കൊരു സ്പേഷ്യസ് ഒരു ഓപ്പൺ ടെറസ് ഏരിയ ഇവിടെ വരുന്നത്. ഈ വില്ലയ്ക്കൊരു കവേർഡ് കാർ പാർക്കിംഗ് ഉണ്ട്. ഇതിൽ ഈ സൈഡിലുള്ള വില്ലകൾക്ക് മാത്രമാണ് കവേർഡ് കാർ പാർക്കിംഗ് കൊടുത്തേക്കുന്നത്. ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിയാണ്. ഇതിൻ്റെ മുമ്പിലാണ് ഗേറ്റ് വരുന്നത്. ഇവിടെ ഒരു സെക്യൂരിറ്റി ക്യാബിൻ, കെയർ ടേക്കർ, എല്ലാം ഒരു ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന പോലത്തെ എല്ലാ സൗകര്യങ്ങളും ഇതിലുണ്ട്.